പാരിഷ് സ്കിറ്റ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള ഫാത്തിമ മാത യൂണിറ്റിന്റെ ഒരു ദിവസത്തെ റിഹേഴ്സലിലേക്ക് നിങ്ങളെവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ജിസ്, എല്ലാരും വന്നെങ്കിൽ നമുക്ക് പ്രാക്ടീസ് തുടങ്ങാടാ. ഒരുവിധം കോറം തെളിഞ്ഞിട്ടുണ്ട്. ബാ, നമുക്ക് തുടങ്ങാം. വർഗീസ് ചേട്ടൻ വന്നോ? വർഗീസ് ചേട്ടൻ ബിസിയാണ്, കുറച്ചു നേരം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ചേരം വർഗീസ് ചേട്ടനായിട്ട് നിക്കാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. വിഷമദ്യ ദുരന്തത്തിൽ മരിച്ച ഒരു കുടിയന്റെ വീട്ടിലെ രംഗമാണ് നമ്മൾ ഈ സ്കിറ്റിൽ അവതരിപ്പിക്കുന്നത്. എടാ ബോബെ, നീയാണ് മരിച്ചുപോയ കുടിയൻ. നീ മൂക്കില് പഞ്ഞിയും വെച്ച് മരിച്ചവരുടെ പോരാനങ്ങാണ്ട് കിടക്കണം. ഒന്ന് കിടന്നേ. ഇന്ന പഞ്ഞി ഇത് തലയിലും കെട്ടണം കേട്ടാ. ഇനി സ്നേഹയാണ് ഭാര്യ. സ്നേഹ ഇവിടെ നെഞ്ചത്തടിച്ചു വന്നിരുന്ന് കരയണം. ഒന്നവിടെ ഇരുന്ന് കരഞ്ഞേ. ദൈവമേ, ചിരിക്കുന്നോ? കെട്ടിയോ മരിച്ചു കിടക്കുമ്പോ 32 കൊല്ലം കാട്ടിച്ചിരിക്കുന്ന ആദ്യത്തെ ഭാര്യയാണ് മോളെ നീ. ഈശ്വര, ഒന്ന് കരയൂ പ്ലീസ്. ഇങ്ങനെ കരഞ്ഞാൽ മതിയോ? എന്തുട്ടിത്, ഉറങ്ങിട്ട് എണീറ്റ് വരുന്നത് പോലെ? മര്യാദക്ക് കരയന്റെ കൊച്ചേ. വർഗീസ് ചേട്ടൻ കറക്റ്റ് സമയത്ത് എത്തി. വർഗീസ് ചേട്ടാ ഫോണിൽ കൂടി പറഞ്ഞ എല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ, ഡയലോഗൊക്കെ? ഇനി വർഗീസ് സാറിനാണ് അപ്പൻ. അപ്പൻ ഈ സൈഡിൽ ഇങ്ങനെ ദുഃഖിച്ചിരിക്കണം. ഓക്കെ, ടോമിക്ക് വീഡിയോഗ്രാഫറുടെ റോളാണ്. ദാ ഈ കോർണറിൽ വീഡിയോ പിടിച്ചോണ്ട് നിക്കണം. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ജിസേ, നീ ഒരു രാഷ്ട്രീയക്കാരന്റെ റോളാ. നല്ല റോളാ. അവൻ ജീവിതത്തിലും അങ്ങനെ തന്നെയാണല്ലോ. നിന്റെ കള്ളുഷാപ്പില് വിഷക്കള്ളു കുടിച്ചിട്ടാണ് ഈ മനുഷ്യൻ മരിച്ചത്. അത് നാട്ടുകാർക്കെല്ലാം അറിയാം. നാട്ടുകാരെല്ലാം ഇളകിയിരിക്കുക. ഓക്കെ, എന്നാലും നീ പകൽമാന്യനായി ഒരു റീത്തും കൊണ്ട് വന്നിരിക്കുകയാണ്. എന്തിനാ? ശവത്തിന്റെ മീത വെക്കാൻ. ഇന്ന റീത്ത്. അപ്പൊ നീ ഈ റീത്തും കൊണ്ടൊന്ന് ശവത്തിന്റെ മീത വെക്കണം. ഒന്ന് കാണിച്ചേൻ. എന്തത്, പശുവിന് പുല്ലിട്ടിറങ്ങണ? ശവത്തില് റീത്ത് ആദരപൂർവ്വം വെക്കണം കേട്ടോ. ജസ് റീത്തുമായിട്ട് വരുമ്പോ ഞാനിവിടെ വെറുതെ കിടന്നാൽ മതിയോ? അല്ല, നീ ഒരു കാര്യം ചെയ്യ്, ആ റീത്തുമായിട്ട് എഴുന്നേറ്റ് നിന്നു. അതല്ല, ഞാൻ ഈ സ്കിറ്റിലുണ്ടെന്ന് അറിഞ്ഞ് എന്റെ ഫ്രണ്ട്സ് കുറച്ച് കാണാൻ വരുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ മൂക്കിൽ പഞ്ഞിയും വെച്ച് കിടന്നാൽ അവർക്ക് എന്നെ കാണാൻ പറ്റുമോ? എന്റെ ബോബേ, കാണേണ്ടവരൊക്കെ നീ ഒറിജിനലായി ഇങ്ങനെ കിടക്കുമ്പോൾ വന്ന് കണ്ടോളൂ. തൽക്കാലം വിഷമിക്കേണ്ട. മിണ്ടാതെ അവർ കിടന്നോ, അല്ലെങ്കിൽ ബാക്കിയുള്ള പഞ്ഞുകൂടി വായിൽ തിരികെ വെക്കും. ഇനി ജിസ് വരുന്നത് കാണുമ്പോൾ ഭാര്യ സങ്കടം സഹിക്ക വയ്യാതെ പരിസരബോധം മറന്ന് രാഷ്ട്രീയക്കാരനെ അറ്റാക്ക് ചെയ്യണം. എന്നിട്ട് ഈ ഡയലോഗ് പറയണം. പറഞ്ഞേൻ. എടാ ദ്രോഹി. ഇത് കണ്ട് വയസ്സനായ പിതാവ് വർഗീസ് ചേട്ടൻ മരുമകളെ തടയുന്നു. എന്നിട്ട് ഈ ഡയലോഗ് പറയുന്നു. അവൻ ചെയ്തതിന്റെ ഫലം അവൻ തന്നെ അനുഭവിക്കും. ഇത് കണ്ടോണ്ടിരുന്നിടത്ത് നാട്ടുകാർ രാഷ്ട്രീയക്കാരനെ കൈകാര്യം ചെയ്യുന്നു. നാട്ടുകാരായി വർഗീസ് ചേട്ടനും ജോൺ ചേട്ടനും വരണം. ഓക്കെ, അപ്പൊ ഇതാണ് സീൻ. അപ്പൊ നമുക്ക് ആദ്യമേ ഒന്ന് കാണിച്ചേ. മരിച്ചുകിടക്കുന്ന ബോബിന് റീത്തുമായി ജിസ് വരുന്നു. ഇത് കണ്ട് സങ്കടം സഹിക്കാനാവാതെ ബോബിന്റെ ഭാര്യ സ്നേഹ ജിസിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അപ്പം വർഗീസ് ചേട്ടൻ ആ മരുമകളെ തടഞ്ഞുകൊണ്ട് ഡയലോഗ് പറയുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന അവിടുത്തെ നാട്ടുകാർ രാഷ്ട്രീയക്കാരനായ ജിസിനെ നല്ലവണ്ണം കൈകാര്യം ചെയ്യുന്നു. അപ്പൊ ഈ പിള്ളേരെ നമ്മൾ എന്ത് ചെയ്യിപ്പിക്കും? അച്ഛൻ പറഞ്ഞിരിക്കുന്നത് മാക്സിമം പിള്ളേരെ പങ്കെടുപ്പിക്കാനാ. ഒക്കെ എത്തിന് ഇവിടെ ഇരുത്തി കരയിപ്പിക്കാം. ഇതേ പിള്ളേരെ മര്യാദയ്ക്ക് കരഞ്ഞാൽ ആന്റി കേസ് വാങ്ങിത്തരാം. ഓക്കെ, അപ്പൊ എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് ഏകദേശം സ്കിറ്റ് ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റേജിൽ കടന്നതിന് മുമ്പായി നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്ററായ സണ്ണി ചേട്ടനെ നമ്മളിത് കാണിച്ചു കൊടുക്കണം. സണ്ണി ചേട്ടൻ അപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്റ്റേജിൽ കയറാൻ പറ്റൂ. അപ്പൊ എല്ലാവരും നന്നായി പ്രാക്ടീസ് ചെയ്ത് നാളെ വരിക. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അങ്ങനെ പിറ്റേ ദിവസം സണ്ണിച്ചേട്ടൻ യൂണിറ്റിന്റെ സ്കിറ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ വന്നു. സണ്ണിച്ചേട്ടൻ, നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി ആയിക്കോ. സ്റ്റാർട്ട്. ആക്ഷൻ. ആക്ഷൻ പറഞ്ഞതിന് ശേഷമുള്ള രംഗങ്ങൾ അവർണ്ണനീയമായിരുന്നു. റീത്ത് വയ്ക്കാൻ ജിസ് വന്നതും അന്ന് ജലദോഷം തുടങ്ങിയ ബോബ് തുമ്മിയതും ഒരുമിച്ചായിരുന്നു. ദൈവമേ, ശവം തുമ്മുന്നോ? തുമ്മിയ ശവത്തിന്റെ കാൽ തട്ടി രാഷ്ട്രീയക്കാരൻ റീത്തും കൊണ്ട് ശവത്തിന്റെ മുകളിൽ വീഴുന്നു. കർത്താവേ! ഭാര്യ അറ്റാക്ക് ചെയ്യാൻ എഴുന്നേൽക്കുന്നു. നൈറ്റ് തട്ടി വീഴുന്നു.
റിഹേഴ്സലിന് വരാത്ത വർഗീസേട്ടൻ സൈഡ് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നു. മരുമകളെ തടയാൻ കാണിച്ചു കൊടുത്ത് ആക്ഷൻ തെറ്റിദ്ധരിച്ചിട്ടാകണം വർഗീസേട്ടൻ സ്വന്തം മരുമകളെ കെട്ടിപ്പിടിക്കുന്നു. വീഡിയോഗ്രാഫറായ ടോമി നിശ്ചല ഫോട്ടോഗ്രാഫറെ പോലെ നിൽക്കുന്നു. ഇതെല്ലാം കണ്ട കുട്ടികൾ KFC തിന്നാനാണോന്ന് അറിയില്ല, വായും പൊളിച്ചെന്നെ നോക്കുന്നു. കലാസ്. എല്ലാം പൂർത്തിയായി. കഥ അറിയാതെ ആട്ടം കണ്ട സണ്ണിച്ചേട്ടന്റെ മുമ്പിൽ തൊലിയിടിഞ്ഞ ബനാനകളെ പോലെ ഞങ്ങൾ എല്ലാവരും നിരന്നു നിന്നു. ലിബി, സംവിധായകയുടെ വേഷമൊക്കെ നന്നായി, പക്ഷെ സംവിധാനം വളരെ മോശം. എന്താ ഈ കാട്ടിക്കൂട്ടിയത്? ഇതാണ് പള്ളിയിൽ അവതരിപ്പിക്കാൻ പോകുന്ന സ്കിറ്റ്? ഒരപേക്ഷയേ ഉള്ളൂ, ഈ കോപ്രായമൊക്കെ കാട്ടി ഫാത്തിമമാതാ യൂണിറ്റിന്റെ ഉള്ള പേര് ചീത്തയാക്കരുത്. നന്നായി ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ വേണ്ട. ഇന്നിപ്പോ ഇത്രയും സമയമായില്ലേ, ഇനി നാളെ രാവിലെ വന്ന് വീണ്ടും പ്രാക്ടീസ് ചെയ്ത് നന്നാക്കാൻ നോക്ക്. ഓക്കെ? രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ തലപുകഞ്ഞ് ആലോചിച്ചു, എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അപ്രീസിയേഷനെ കുറിച്ചുള്ള ഓവർ എക്സ്പെക്ടേഷൻ ആണോ, അതോ സംവിധായകൻ എന്ന നിലയിലുള്ള എന്റെ പോരായ്മയോ, അതോ മര്യാദയ്ക്കൊന്ന് റിഹേഴ്സൽ പോലും ചെയ്യാതെ സ്റ്റേജിൽ മനോഹരമായി പെർഫോം ചെയ്യാമെന്നുള്ള ഞങ്ങളുടെ അതിമോഹമോ? എന്തായാലും നന്നായി പ്രാക്ടീസ് ചെയ്യുക തന്നെ, ഇനി അതേ രക്ഷയുള്ളൂ. പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. ഞങ്ങൾ പരമാവധി പ്രാക്ടീസ് ചെയ്തു. സ്കിറ്റ് കോമ്പറ്റീഷന്റെ ദിവസം വന്നെത്തി. ഞങ്ങളെല്ലാവരും ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് പ്രാക്ടീസ് ചെയ്ത് നേടിയ ആത്മവിശ്വാസമായി സ്റ്റേജിൽ പെർഫോം ചെയ്തു. അന്ന് എല്ലാം അനുകൂലമായി ഭവിച്ചു. ജിസ് റീത്തുമായി വന്ന് ശവത്തിൽ അത് അർപ്പിച്ചു. നൈറ്റി തടയാതെ തന്നെ സ്നേഹം നന്നായി പ്രതികരിച്ചു. അപ്പൻ മരുമകളെ തടഞ്ഞു. നാട്ടുകാർ രാഷ്ട്രീയക്കാരനെ നന്നായി കൈകാര്യം ചെയ്തു. ഞങ്ങളുടെ സ്കിറ്റ് വിജയകരമായി. സണ്ണിച്ചേട്ടൻ ഓടി വന്ന് ഞങ്ങളെ അഭിനന്ദിച്ചു. കണ്ടുനിന്ന എല്ലാവരും ഞങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. എല്ലാം ശുഭം. അന്ന് ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി, ഇതെന്തു പറ്റി? ഇതതിന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായില്ലല്ലോ.